ഗുഡി പദ്വ മറാത്തികളുടെ സ്വന്തം പുതുവർഷം 2026 മാർച്ച് 19 വ്യാഴാഴ്ച മഹാരാഷ്ട്രയിലും ഗോവയിലുമായി ആഘോഷിക്കും. മറാത്തി, കൊങ്കണി ഹിന്ദുക്കളുടെ ചന്ദ്രസൗര പുതുവർഷത്തിന്റെ തുടക്കമാണ് ഈ വിശേഷപ്പെട്ട വസന്തോത്സവം. പുതിയ തുടക്കങ്ങളെയും സമൃദ്ധിയെയും തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയുമെല്ലാം ഈ ആഘോഷം എടുത്തുകാണിക്കുന്നു. ഈ ദിവസത്തിന് വലിയ സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിച്ചതും രാവണനെ തോൽപ്പിച്ച് ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയതും ശാലിവാഹന രാജാവിന്റെ ചരിത്രപരമായ വിജയങ്ങളുമെല്ലാം ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. ഹൈന്ദവ കലണ്ടറിലെ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നായ ഗുഡി പദ്വ സമൂഹങ്ങൾ ഒരുമിച്ച് പുതുവർഷത്തെ വരവേൽക്കാനും സമൃദ്ധമായ ഒരു ഭാവിക്കായി പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ളതാണ്. വർണ്ണാഭമായ ആചാരങ്ങളും കൂട്ടായ ആഘോഷങ്ങളുമാണ് ഈ ദിവസത്തിന്റെ പ്രധാന ആകർഷണം. ഗുഡി പാഡ്വ ആഘോഷങ്ങളിലെ ഒരു പ്രധാന ചടങ്ങാണ് ഗുഡി എന്നുപേരുള്ള കൊടിപോലെയുള്ള ഒരു രൂപം കെട്ടിയുയർത്തുന്നത്. ഈ ഗുഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നീളമുള്ള മുളവടിയിലാണ്. അതിൽ തിളക്കമുള്ള പട്ടുതുണിയും മാവലിയും പൂമാലയുമെല്ലാം കെട്ടി അലങ്കരിക്കും. ഏറ്റവും മുകളിലായി കലശം എന്നറിയപ്പെടുന്ന കമഴ്ത്തിവെച്ച വെള്ളിയുടെയോ ചെമ്പിന്റെയോ ഒരു കുടവും ഉണ്ടാകും. വീടുകൾക്ക് പുറത്താണ് ഈ ഗുഡി സ്ഥാപിക്കുന്നത്. പലപ്പോഴും ഭാഗത്ത് വിജയത്തിന്റെയും നല്ല ഭാഗ്യത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ശക്തമായ ഒരു പ്രതീകമാണിത്. നെഗറ്റീവ് ഊർജ്ജങ്ങളെ അകറ്റി നിർത്താനും ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. ഈ പ്രതീകാത്മകമായ അർത്ഥങ്ങൾക്കും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. സാംസ്കാരിക പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കാനും വരാനിരിക്കുന്ന വർഷം വീടുകളിലേക്ക് നല്ല ഊർജ്ജം സ്വാഗതം ചെയ്യാനും ഈ ആചാരം സഹായിക്കുന്നു. ഗുഡി പാഡ്വയുടെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നത് ഒരുപാട് പഴക്കംചെന്ന ആചാരങ്ങളാണ്. വീടുകൾ നന്നായി വൃത്തിയാക്കി വാതിൽക്കൽ മനോഹരമായ രംഗോലി ചിത്രങ്ങൾ വരക്കാറുണ്ട്. ഐശ്വര്യവും നല്ല ഊർജ്ജവും വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണിതെന്നാണ് വിശ്വാസം. കുടുംബാംഗങ്ങൾ അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാൻ ബ്രഹ്മാവിനും വിഷ്ണുവിനും ലക്ഷ്മിദേവിക്കുമെല്ലാം പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നു. വേപ്പിലയും ശർക്കരയും ചേർത്ത ഒരു മിശ്രിതം കഴിക്കുന്ന ഒരു പ്രത്യേക ആചാരവും അന്നത്തെ ദിവസമുണ്ട്. ജീവിതത്തിലെ കൈപ്പേറിയതും മധുരമുള്ളതുമായ അനുഭവങ്ങളെ ഒരുപോലെ സ്വീകരിക്കണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണത്രേ ഇത്. ഗുഡി പഡ്വ എന്ന് പറയുന്നത് വെറുമൊരു പ്രാർത്ഥനയുടെയും പൂജയുടെയും ഒക്കെ ദിവസം മാത്രമല്ല കേട്ടോ. നമ്മുടെ സംസ്കാരം ആഘോഷിക്കാനും സമൂഹത്തിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇത്. ഈ ദിവസം ആളുകൾ പുതിയ ഉടുപ്പുകളൊക്കെ ധരിച്ച് ആഘോഷിക്കും. സ്ത്രീകൾക്ക് നല്ല വർണ്ണാഭമായ നൗവാരി സാരികളാണ് പ്രധാന വേഷം. പുരുഷന്മാരാണെങ്കിൽ കുർത്ത പൈജാമയും അതിനൊപ്പം കാവിനിറത്തിലുള്ള തലപ്പാവും ധരിക്കും. ഭക്ഷണത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ശ്രീകണ്ഠ പൂരി, പൂരം പോളി തുടങ്ങിയ ഒരുപാട് വിഭവങ്ങൾ ഈ ദിവസം പ്രത്യേകം തയ്യാറാക്കും. കുടുംബത്തിലെല്ലാവരും ചേർന്ന് ഇത് കഴിക്കുകയും ദൈവങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്യും. പിന്നെ മഹാരാഷ്ട്രയിലും ഗോവയിലും മാത്രമല്ല കേട്ടോ, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് ഉഗാദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലൂണിസോളാർ കലണ്ടർ പ്രകാരമുള്ള പുതുവർഷത്തെ വരവേൽക്കുന്ന ഈ മേഖലയിലെ വലിയൊരു ആഘോഷം കൂടിയാണ് ഉഗാദി. ഗുഡി പാഡ്വയുടെ സമയം ജ്യോതിശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സൂര്യൻ മേടം രാശിയിലേക്ക് കടക്കുന്നതും വസന്തകാലം ഔദ്യോഗികമായി തുടങ്ങുന്നതും ഈ സമയത്താണല്ലോ. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സ്വർണം, വെള്ളി പോലുള്ളവയിൽ നിക്ഷേപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനും എന്തിന് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പോലും ഈ സമയം വളരെ നല്ലതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. 9 ദിവസം നീണ്ടുനിൽക്കുന്ന ഹിന്ദു ആഘോഷമായ ചൈത്ര നവരാത്രിയുടെ തുടക്കവും ഈ ഉത്സവത്തോടൊപ്പമാണ് വരുന്നത്. ആഘോഷങ്ങളെല്ലാം തീരുന്നതോടെ ഗുഡി സാധാരണയായി എടുത്തുമാറ്റുന്നത് 2026 മാർച്ച് 19 വൈകിട്ട് പുലർച്ചെ 5 മണി കഴിഞ്ഞ് 18 മിനിറ്റിനും രാവിലെ 7 മണിയാകാൻ 11 മിനിറ്റിനും ഇടയിലായിരിക്കും. അങ്ങനെ പാരമ്പര്യവും ഭക്തിയും അടുത്ത വർഷത്തേക്കുള്ള പ്രതീക്ഷകളും ഒക്കെയായി ഒരു ദിവസം കൂടി പൂർത്തിയാകുന്നു.